മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥി നിർണ്ണയിക്കാൻ കാസർഗോഡ് ഉപ്പളയിൽ ജനകീയ മുന്നണിയുടെ യോഗം തുടങ്ങി. LDF, UDF, NDA മുന്നണികളെ മാറ്റി നിർത്തണം എന്നാണ് ജനകീയ മുന്നണിയുടെ ആവശ്യം. രതീഷ് വാസുദേവനുണ്ട്. രതീഷ്, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? എന്തൊക്കെയാണ് അവരുടെ കൂടിയാലോചനകൾ? മഞ്ചേശ്വരത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാവും മുമ്പ് മുന്നണികളെ സ്ഥാനാർത്ഥികളൊക്കെ ഉറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ അട്ടിമറികൾ ഉണ്ടാവുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് ജനകീയ മുന്നണി എന്ന തരത്തിൽ ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും അതിന്റെ ഭാഗമായി ഇടത് വലത് മുന്നണികളെ NDA മാറ്റി നിർത്തണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാലും ജനകീയ മുന്നണി പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ LDF പൊതു സ്വതന്ത്രനായി നിർത്താൻ ആലോചിച്ചിരുന്ന ഷാനവാസ് വാദൂരിനെ പോലുള്ള ആളുകൾ വന്നാൽ തങ്ങൾ വോട്ട് ചെയ്യും, തങ്ങൾ വിജയിപ്പിക്കാൻ തങ്ങളെ പിന്തുണയുണ്ടാവുമെന്ന് പറയുന്നു. എന്നാൽ പൂർണ്ണമായും നേരത്തെ പ്രഖ്യാപിച്ച LDFന്റെ സ്ഥാനാർത്ഥി KR ജയാനന്ദയോ നേരത്തെ ഇപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥി ആയിട്ടുള്ള അഷ്റഫിനെയോ വിജയിപ്പിക്കാൻ ഒരു തരത്തിലും തങ്ങൾ തയ്യാറല്ല. മണ്ഡലത്തിലെ വികസനം പൂർണ്ണമായും ഇടത് വലത് മുന്നണികൾ അട്ടിമറിക്കുകയായിരുന്നു. പലപ്പോഴും NDA മുന്നോട്ട് വരും, BJP വിജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് LDFും UDFും ഒരേപോലെ തങ്ങളെ വഞ്ചിക്കുകയായിരുന്നു, പറ്റിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ വികസനം നടപ്പാക്കൽ മാത്രമല്ല, അധികാരം നേടുക മാത്രമായിരുന്നു അവരുടെ ഉദ്ദേശം. അതുകൊണ്ട് BJP ഭീതി പരത്തിക്കൊണ്ട് BJP വിജയിപ്പിക്കും, NDA വരും എന്ന ഭീതി പരത്തിക്കൊണ്ട് ഇനിയും തങ്ങളെ അത്തരത്തിൽ വിഡ്ഢികളാക്കാൻ സാധിക്കില്ല എന്നാണ് ഈ ജനകീയ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. എന്തായാലും പൊതു സ്വതന്ത്രൻ എന്ന നിലയിൽ ഷാനവാസ് പാദൂരിനെ ഇവർ അംഗീകരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷാനവാസ് പാദൂർ വരികയാണെങ്കിൽ തങ്ങളുടെ പിന്തുണ, ഏകപക്ഷീയമായ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടാവുമെന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്തായാലും ഇടതിനും വലതിനും NDAയ്ക്കും ഒക്കെ തന്നെ ജനകീയ മുന്നണിയുടെ സാന്നിധ്യം പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ ആശങ്കയുണ്ടാക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഉപ്പളയിലെ വ്യാപാര മേഖലയിലാണ് ഈ യോഗം ചേർന്നത്. വിവിധ പാർട്ടികളിലെ അനുഭാവികളും പ്രാദേശിക നേതാക്കളുമാണ് ഇന്ന് ഈ ജനകീയ മുന്നണി യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. അനൂപ്. ശരി, രതീഷ് വാസുദേവനാണ് കാസർഗോഡ് ഉപ്പളയിൽ നടക്കുന്ന ജനകീയ മുന്നണി യോഗത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്.